വിദ്യാധിരാജ വിദ്യാസമാജം സ്ഥാപനങ്ങളുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി അവാർഡ് ദാന സമ്മേളനം നടത്തി. സമ്മേളനം കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ആവശ്യം നവവിദ്യാഭ്യാസ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാധിരാജ വിദ്യാസമാജം സ്ഥാപനങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അവാർഡ് ദാന സമ്മേളനം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. കെ.സി. വേണുഗോപാൽ എം.പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിദ്യാധിരാജ വിദ്യാസമാജം എന്ന് പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സുമായി ഇടപെടലുമായി നിന്ന ഒരു പ്രസ്ഥാനം. നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ആർ രാമേന്ദ്രൻ നായർ സാർ ഞങ്ങൾക്കെല്ലാം ഒരു പ്രചോദനമായിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചില വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിട്ടകളും ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ഒരു ബ്യൂറോക്രാറ്റ്സ് ആയിരുന്നു അദ്ദേഹം. ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴും വളരെ ലളിത ജീവിതം, അതുപോലെ തന്നെ താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം, മുന്നോട്ടുള്ള പോക്ക്, ഇതൊക്കെ പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിന്. തുളസീവനം നമുക്കറിയാം, അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്ത ആധ്യാത്മിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം സത്യത്തിലേറെ കേരളം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് ആധ്യാത്മികം എന്ന് പറയുന്നത് കേവലം ഫനറ്റിസം അല്ല. ഇന്നത്തെ കാലഘട്ടം അതാണല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യം, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ, അതൊന്നുമല്ല. അദ്ദേഹം തീവ്ര വിശ്വാസിയായിരുന്നു. ആ വിശ്വാസത്തിന് വേണ്ടി വളരെ വളരെ അചഞ്ചലമായ മനസ്സുമായി നിൽക്കുന്ന ഒരാളായിരുന്നു. ആധ്യാത്മിക മേഖലയിൽ വളരെ ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവുകൾ ഈ മേഖലയിൽ നമ്മളെല്ലാം കണ്ട് അമ്പരന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. കാലത്തിനനുസരിച്ച് അടിമുടി പരിഷ്കരിച്ച നവവിദ്യാഭ്യാസ മാതൃക കേരളത്തിന് ആവശ്യമായിരിക്കുകയാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കും പോകുന്നത് സംസ്ഥാനത്ത് വലിയ സാമൂഹ്യ വിപത്തിന് കാരണമാവുകയാണ്. അച്ഛനമ്മമാരെ നോക്കാൻ ആളില്ലാത്തതു മാത്രമല്ല, കുടുംബ സാമൂഹ്യ അന്തരീക്ഷങ്ങൾ വഷളാവുകയാണ്. കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും കുട്ടികളുടെ അഭിരുചിയും കഴിവും കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകാൻ സർവകലാശാലകൾക്കും സർക്കാരിനും ആകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം സി.ആർ. മഹേഷ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. വളരെ നിശബ്ദമായി സൂക്ഷ്മതയോടുകൂടി ആരുടെയും മനസ്സിൽ മുറിവേൽക്കാതെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ് ചട്ടമ്പി സ്വാമികളെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരാൾ മഹാനാകുന്നത് അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ അയാളെ കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകളല്ല. അയാൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി ജീവിച്ചിരുന്ന പ്രായത്തിന്റെ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഇരട്ടി 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 എന്ന് പറഞ്ഞാൽ കാലം എത്ര അതിവേഗത്തിൽ ഉരുണ്ടുപോയാലും ശരി, ആ മനുഷ്യനെ വീണ്ടും 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 ഓർക്കുമ്പോഴാണ് ഒരാൾ മഹാനായി തീരുന്നത്. ഡോക്ടർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആർ ഹേമന്ത്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീലക്ഷ്മി അജയ് അവാർഡ് ദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ, ഡോക്ടർ ശാലിനി ജി ഉണ്ണിത്താൻ, ഡോക്ടർ വിജയരാജു, ഡോക്ടർ വി.എസ്. സുവിത, കെ.സി. രാജശ്രീ, എം. ഡോറ, ഇന്ദു ഗോപകുമാർ, സതീഷ് തമ്പാനൂർ, ടി. സുജിത് രാജ്, റാണി ചന്ദ്രൻ, ബി. അജയകുമാർ, എം. അജയകുമാർ, പി.ബി. വിജയകുമാർ, പത്മജ മേനോൻ, വി. കെ. ഗീത, നീലകണ്ഠപിള്ള, കെ. ജി. രാജേന്ദ്രൻ പിള്ള, ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.